ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ എല്ലാവർക്കും? വിസിബിൾ ആണ് മിസ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഒരു പ്രോബ്ലം ചെയ്തു. ഇന്ന് അതുപോലെ തന്നെയുള്ള ഒരു വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ വരച്ചെടുത്തോളൂ, ഓപ്പൺ ചെയ്ത് നോക്കോളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെ. ബീമിന്റെ സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസമുണ്ട്, അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, മൂന്ന് സ്പാൻ ഉണ്ട്. നേരത്തെ നമ്മൾ ചെയ്തതിൽ 2 സ്പാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 3 സ്പാൻ ഉണ്ട്. എ, ബി, സി, ഡി. ലോഡിംഗ് എന്ന് പറയുന്നത് എ ബിയില് UDL ആണ്. അതിന്റെ വാല്യൂ 40 kN പെർ മീറ്റർ. ബി സിയില് ഇതിന്റെ സ്പാൻ എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. ബി സിയിൽ ഒരു പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് 4 മീറ്ററും റൈറ്റിൽ നിന്ന് 8 മീറ്ററും. സോ ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് 12 മീറ്റർ. ഈ കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ വാല്യൂ 120 kN. സി ഡിയില് അഗെയിൻ UDL ആണ്. അതിന്റെ വാല്യൂ 20 kN പെർ മീറ്റർ. ഇതും 12 മീറ്റർ ആണ് സ്പാൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ABC-യുടെ അനാലിസിസ് ആണ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഓരോ സപ്പോർട്ടിലെയും മെമ്പറിലെയും ബെൻഡിങ് മൊമെന്റ്, ഫൈനലി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ തന്നിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിന്റെ എന്തൊക്കെയാണ്, എത്ര എലമെന്റ്സ് ഉണ്ട്, എലമെന്റ്സ് മാർക്ക് ചെയ്യുക, അതിന്റെ ജോയിന്റ് മാർക്ക് ചെയ്യുക, ദെൻ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക. എന്തൊക്കെ മാർക്ക് ചെയ്യണം? എലമെന്റ് എന്ന് പറയുന്നത് എന്താ? എ ബി. ഇവിടെ ഇപ്പൊ എത്ര എലമെന്റ് ഉണ്ട്? എ ബി എന്ന് പറയുന്നത് ഒരു എലമെന്റ്, ബി സി എന്ന് പറയുന്നത് ഒരു എലമെന്റ്, സി ഡി. നമ്മൾ എലമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതുമ്പോൾ എപ്പോഴും ഓരോ ബീം ഓരോ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് എഴുതുന്നത് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ എലമെന്റ് എ ബി ബി സി സി ഡി 3 എലമെന്റുകളുണ്ട്. എലമെന്റ് മാർക്ക് ചെയ്യുക. ദെൻ ജോയിന്റ് എന്ന് പറയുന്നത് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ്, സപ്പോർട്ട്, ഇതെല്ലാം ജോയിന്റ്സ് ആണ്. അഗെയിൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കോർഡിനേറ്റ്, എവിടേക്കാണ് കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ Q1 Q2 Q3 എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫസ്റ്റ് എലമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതുമ്പോൾ രണ്ട് അല്ലെങ്കിൽ ഒരു മെമ്പറിന്റെ രണ്ട് എൻഡിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് ആണ് അല്ലെ? ആ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഞാനത് എടുത്തു വരയ്ക്കാം. കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ജസ്റ്റ് അത് എന്തൊക്കെയാണെന്നൊന്ന് എടുത്തു വരയ്ക്കുക. എ ബി എന്ന് പറയുന്നത് എലമെന്റ് 1, ബി സി എന്ന് പറയുന്നത് എലമെന്റ് 2 ആൻഡ് സി ഡി എന്ന് പറയുന്നത് എലമെന്റ് 3. ഇനി ലോഡ് UDL, കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു മെമ്പറിന്റെ രണ്ട് എൻഡില് മൊമെന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പൊ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ് അല്ലെ? അപ്പൊ റെസിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ ഫസ്റ്റ് കോർഡിനേറ്റ്, ഇതിനെ നമ്മൾ Q1 Q2 എന്നൊക്കെ പറയുന്നത് തന്നെ 2, ഇത് 3, ജസ്റ്റ് അതിനെ എടുത്ത് വരയ്ക്കുക. 5, 6. ഓക്കെ, അപ്പൊ ഇത് വരച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് എഴുതേണ്ടത് എന്താ? എലമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടു, നമ്മളൊരു മെമ്പറിന്റെ രണ്ട് എൻഡില് മൊമെന്റ് ആക്ട് ചെയ്യണം. മൊമെന്റ് ആസ് കോർഡിനേറ്റ് വന്നാൽ നമുക്ക് കിട്ടേണ്ട ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു L/6EI ഇൻറ്റു 2 -1 -1 2. ഇതായിരുന്നു ഇക്വേഷൻ. ഇവിടെ എന്താണ്? ഇവിടെ എല്ലാ മെമ്പറിലും നമ്മൾ കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൊമെന്റ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലെ? ലോഡ് അല്ല ഇവിടെ നോക്കേണ്ടത്, നമ്മുടെ കോർഡിനേറ്റ്സ്. സോ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1 2 എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് മൊമെന്റ് ആണ്. മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് F1 എന്ന് പറയുന്നതും F2
F3 F1 എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന എലമെന്റ് എ ബി എന്ന് പറയുന്ന സ്പാനിൽ ഉണ്ടാവുന്ന എലമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് F2 എന്ന് പറയുന്നത് ബി സിയില് F3 എന്ന് പറയുന്നത് സി ഡിയില് ഇത് മൂന്നും ഈക്വൽ ആയിരിക്കും കാരണം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് മൊമെന്റ് ആണ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൊമെന്റ് ആണ് F1 F2 F3 ഈക്വൽ ടു L by 6EA 2 minus 1 2 ഇനി എല്ലിന്റെ വാല്യൂ എത്രയാ സ്പാൻ എ ബിയുടെയും ബി സിയുടെയും സി ഡിയുടെയും സ്പാൻ സെയിം ആണ് അതുകൊണ്ടാണ് ഞാൻ F1 F2 F3 എന്ന് എഴുതിയിട്ടുള്ളത് സ്പാൻ വേറെ ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ മാറി F1 F2 ഒക്കെ മാറി സോ ഇവിടെ സ്പാനും സെയിം ആണ് എല്ലാ ബീമിന്റെയും ദെൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൊമെന്റും ആണ് അപ്പൊ എനിക്ക് അതിനെ ഒരുമിച്ച് എഴുതാം ഒരുമിച്ച് എന്ന് വെച്ചാൽ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം സോ എൽ എന്ന് പറയുന്നത് എന്താ ഇവിടെ 12 മീറ്റർ ആണ് 12 by 6EI into 2 minus 1 2 12 by 6EI എന്തായി 2 by 6നെ 2നെ 12നെ വെട്ടിയാൽ 2 ആയില്ലേ 2 by EI into 2 minus 1 2 F1 ഇനി നമുക്ക് എഴുതേണ്ടത് എന്താ കമ്പൈൻഡ് ആയിട്ടുള്ള ടോട്ടൽ എ ബി സി ഡി എന്ന് പറയുന്ന ബീമിന്റെ ഈ കണ്ടിന്യൂസ് ബീമിന്റെ ടോട്ടൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കമ്പൈൻഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതുമ്പോൾ ഞാൻ എങ്ങനെയാ നമ്മൾ നേരത്തെ എഴുതിയില്ലേ അതായത് ഇതെല്ലാം ഒരു ഡയഗണൽ എലമെന്റ് ആയിട്ട് എഴുതാം ഓരോ എലമെന്റിന്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ഡയഗണൽ ആയിട്ട് എഴുതും അതായത് ഇതിപ്പോ എന്തായി ഇവിടെ 3 എലമെന്റ് ഉണ്ട് 3 എലമെന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തേല് നമ്മൾ 2 -1 2 എഴുതി ദെൻ ഇവിടെ 0 നേരത്തെ 2 എലമെന്റ് ആയിരുന്നു മുന്നേ ചെയ്ത് ക്വസ്റ്റ്യനിൽ ഇവിടെ വരുമ്പോൾ 3 എലമെന്റ് ആയി നമ്മൾ കാണിക്കേണ്ടത് ഈ എലമെന്റ് ഈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിനെ നമ്മൾ എന്താ ഡയഗണൽ ആയിട്ട് കൊടുക്കുക ഇതിപ്പോ എ ബിയുടെ ഇനി ബി സിയുടെ എഴുതുമ്പോൾ ഇതിന്റെ രണ്ടാമത്തെ കോളം രണ്ടാമത്തെ റോയില് മനസ്സിലായില്ലേ ഇത് ഇപ്പൊ ഫസ്റ്റ് ബീമിന്റെ ഫസ്റ്റ് എ ബി എന്ന് പറയുന്ന എലമെന്റിന്റെ വരുമ്പോ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോയും ദെൻ സെക്കൻഡ് എലമെന്റിന്റെ എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയും സെക്കൻഡ് കോളം ദെൻ തേർഡ് ബാക്കി എല്ലാ എലമെന്റും 0 ആയിട്ട് കൊടുക്കാം ദെൻ സി ഡിയുടെ എന്ന് പറയുമ്പോൾ എന്താണ് തേർഡ് എലമെന്റ് ആണ് തേർഡ് റോയും തേർഡ് കോളവും അപ്പം 2 -1 2 ഇൻറ്റു എൽ ബൈ ഇ ഉണ്ട് ഇല്ലേ അപ്പൊ 2 by EA ഇതാണ് നമ്മുടെ എന്ത് കമ്പൈൻ ചെയ്തിട്ടുള്ള എലമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഓക്കെ ഇതായിരുന്നു സ്റ്റെപ്പ് 1 നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം പോലെ തന്നെ നമ്മൾ ഓരോ കോർഡിനേറ്റ് കൺസിഡർ ചെയ്തു ആ കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൊമെന്റ് ആയിരുന്നു മൊമെന്റ് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന എലമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് L by 6EA ഇവിടെ എ ബി ബി സി സി ഡിയുടെ എല്ലാം സ്പാൻ സെയിം ആണ് സോ L by 6EA എന്ന് പറയുന്നത് 12 by 6EA 2 by EA എന്ന് വന്നു അപ്പൊ എനിക്കതിനെ ഒരുമിച്ച് എഴുതി ഞാൻ F1 equal to F2 equal to F3 equal to 2 by EA into 2 -1 2 ഇനി കമ്പൈൻ ചെയ്ത് നമ്മൾ മൊത്തം എ ബി സി ഡി എന്ന് പറയുന്ന മെമ്പറിന്റെ ബീമിന്റെ എലമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ 2 by EA into ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ആയിട്ട് കൊടുക്കുക ദെൻ സെക്കൻഡ് എലമെന്റിൻ്റെത് സെക്കൻഡ് റോയും സെക്കൻഡ് കോളം ആയിട്ട് കൊടുക്കുക ഇതിനെ ഒരു എലമെന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക 2 -1 2 ന്ന് ഓക്കെ അല്ലേ ഈ എലമെന്റ് ഈ മെട്രിക്സ് എഴുതി ഇതായിരുന്നു നമ്മളുടെ സ്റ്റെപ്പ് 1 ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 എന്തായിരുന്നു ഇപ്പം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കിട്ടി സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്തത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് അതായത് ബീറ്റ മെട്രിക്സ് എഴുതാം ബീറ്റ മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ലോഡുകൾ എക്സ്റ്റേണൽ ലോഡ് ആകാം റിഡണ്ടന്റ് ഫോഴ്സുകളാകാം ഇതെല്ലാം കാരണം നമുക്ക് ഇന്റേണലി മെമ്പറിൽ മൊമെന്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അത് തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതാണ് ബീറ്റ മെട്രിക്സ് കാണാൻ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾക്ക് തന്നിട്ടുള്ള സ്ട്രക്ചറിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്താണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഇവിടെ തന്നിട്ടുള്ളത് എന്താ ഒരു കണ്ടിന്യൂസ് ബീമാണ് ഇവിടുത്തെ ഓരോ സപ്പോർട്ടിലെ റിയാക്ഷൻസ് ഒക്കെ ഇതെന്താ ഒരു ഹിഞ്ച് സപ്പോർട്ടാണ് ഹിഞ്ച് സപ്പോർട്ടിൽ 2 റിയാക്ഷൻ ബാക്കിയെല്ലാം റോളർ സപ്പോർട്ടാണ് അപ്പൊ ഓരോ സപ്പോർട്ടിലും ഓരോ റിയാക്ഷൻസ് ഇതുണ്ടാകും അപ്പൊ 2 1 1 1 ആകെ മൊത്തം റിയാക്ഷൻസ് 5 അല്ലെ അപ്പൊ നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കാണുമ്പോൾ R-3 ആണ് ഇക്വേഷൻ R എന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ 5 -3 ഈക്വൽ ടു 2 നമുക്ക് ആകെ ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ എക്സ്ട്രാ റിഡണ്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര എണ്ണ 2 എണ്ണം നമുക്ക് ഇവിടുത്തെ ബീറ്റ മെട്രിക്സിന്റെ കോളം എത്ര കോളംസ് ഉണ്ടെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ് എക്സ്റ്റേണൽ ലോഡ് നമ്മൾ ടോട്ടൽ ആയിട്ട് എടുക്കും എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത് മൊത്തം ലോഡിനെ നമ്മൾ ഒറ്റ കോളായിട്ട് എഴുതും പ്ലസ് എത്ര റിഡണ്ടന്റ് ഫോഴ്സുകൾ ഉണ്ട്
ഇവിടെ എക്സ്റ്റേണൽ ലോഡ് കാരണം ഒരു കോളം, ദെൻ രണ്ട് റിഡൻഡന്റ് ഫോഴ്സുകൾ ഉണ്ട്, രണ്ട് റിഡൻഡന്റ് ഫോഴ്സുകൾ കാരണം രണ്ടെണ്ണം. അപ്പൊ ആകെ ബീറ്റ മെട്രിക്സിന്റെ കോളം, നമ്പർ ഓഫ് കോളംസ് ഇൻ ബീറ്റ മെട്രിക്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ആദ്യത്തെ കോളം എന്തായിരിക്കും? ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ് കാരണം. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡ് ആൻഡ് തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ റിഡൻഡന്റ് ഫോഴ്സുകൾ. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് റിഡൻഡന്റ് ഫോഴ്സ് എന്ന് ആദ്യം സെലക്ട് ചെയ്യണം. ഏതൊക്കെയാണ് റിഡൻഡന്റ് ഫോഴ്സുകൾ നമുക്ക് വേണ്ടത്? ഇവിടെ ഇപ്പം 5 റിയാക്ഷൻസ് ഉണ്ട്. ഈ 5 റിയാക്ഷനിൽ ഏത് വേണമെങ്കിലും ആകാം നമ്മൾ ഈ പറയുന്ന റിഡൻഡന്റ് ഫോഴ്സുകൾ. നമുക്ക് എളുപ്പത്തിന് നമുക്ക് ഇതിനെ ഏത് റിഡൻഡന്റ് ഫോഴ്സ് മാറ്റിയാലാണ് ഈ സ്ട്രക്ചർ ഒന്ന് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആവാൻ നോക്കാം. അതായത് ഇവിടെ ഒരു ഹിഞ്ച് ഉണ്ട്, ഇവിടെ ഒരു റോളർ സപ്പോർട്ട് ഉണ്ട്. ഇതിനെ മാത്രം ഈ രണ്ട് സപ്പോർട്ട് ഇവിടെ ഇല്ല എന്ന് കരുതാം. ഈ രണ്ട് സപ്പോർട്ട് ഇവിടെ ഇല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്ട്രക്ചർ എന്തായി? ഒരെൻഡില് ഹിഞ്ച്, ഒരെൻഡില് റോളർ. അപ്പൊ ഇതെന്താ? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായി ഇല്ലേ? അപ്പൊ നമുക്ക് എന്താ? ആർ ബി റിമൂവ് ചെയ്യാം, ആർ സി റിമൂവ് ചെയ്യാം. ആർ ബി ആർ സി റിമൂവ് ചെയ്താൽ എന്താ? ഈ ഒരു സ്ട്രക്ചർ പിന്നെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയി, അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായി. നമുക്ക് ഇവിടെ എന്തൊക്കെ സെലക്ട് ചെയ്യാം? ആർ ബി, ആർ സി, റിയാക്ഷനറ്റ് സപ്പോർട്ട് ബി ആൻഡ് റിയാക്ഷനറ്റ് സപ്പോർട്ട് സി. ഇത് രണ്ടിന്റെയും നമുക്ക് റിഡൻഡന്റ് ഫോഴ്സുകളായിട്ട് സെലക്ട് ചെയ്യാം. അപ്പൊ സെക്കൻഡ് കോളം എന്ന് പറയുന്നത്, എന്റെ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഞാൻ ആർ ബിക്ക് 1 കൊടുക്കുമ്പോൾ ഉള്ളത്. ദെൻ തേർഡ് കോളം എന്ന് പറയുന്നത് ആർ സിക്ക് 1 യൂണിറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് എന്താ? ആർ ബിക്ക് ഞാൻ 1 കൊടുത്തു. ദെൻ ആർ ബിക്ക് 1 കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഇന്റേണൽ മൊമെന്റ്. ദെൻ തേർഡ് കോളം എന്ന് പറയുന്നത് ആർ സിക്ക് 1 കൊടുക്കുമ്പോൾ. ഓക്കെ, നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ആർ ബിയും ആർ സിയും സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ സ്ട്രക്ചർ എന്തായി? ആ ഒരു മെമ്പർ എന്ന് പറയുന്നത് തന്നിട്ടുള്ള ഫിഗർ എന്തായി? ഒരു കാന്റിലിവർ ബീമായി, അതായത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീമായി. അപ്പൊ പിന്നെ നമ്മൾ മൊമെന്റം ഒക്കെ കാണുമ്പോൾ കാന്റിലിവർ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇവിടെ എന്തായി? ഇവിടെ നമ്മൾ ആർ ബി ആർ സിയും റിമൂവ് ചെയ്തപ്പോൾ തന്നിട്ടുള്ള സ്ട്രക്ചർ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായി. അപ്പൊ പിന്നെ നമ്മൾ ഇനി മൊമെന്റ് കാണുമ്പോൾ ഒക്കെ എന്താ? സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ മൊമെന്റ് കാണുന്ന ആ ഒരു പ്രൊസീജിയറിൽ വേണം ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം അത്. അപ്പൊ ആദ്യത്തെ കോളം ഞാൻ എഴുതാം. ആദ്യത്തെ കോളം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ് കാരണം. ഇപ്പൊ എക്സ്റ്റേണൽ ലോഡ് നമുക്ക് തന്നിട്ടുള്ള ഫിഗറിൽ ഓരോ എലമെന്റ് ആയിട്ട് ഞാൻ എടുത്തു വരയ്ക്കാം. അതായത് ഇവിടെ എ ബി ഉണ്ട്. എ ബി എന്ന് പറയുന്നത് എന്താ? യു ഡി എൽ ആക്ട് ചെയ്യാണ് 40 kN per meter. ബി സിയിൽ എന്താണ്? 120 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സി ഡിയിൽ എന്ന് പറയുന്നത് യു ഡി എൽ ആണ്. ഈ ബി സിയിൽ സെന്ററിലല്ല 120 ആക്ട് ചെയ്യുന്നത്. ഇത് 4 മീറ്ററും ഇത് 8 മീറ്ററും ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ഞാൻ എ ബി ബി സി സി ഡി സെപ്പറേറ്റ് ചെയ്തതാണ്. നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന ബീറ്റ മെട്രിക്സിന്റെ കോളം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് ഡയറക്ട്ലി ഫിക്സ്ഡ് മൊമെന്റ് കണ്ടുപിടിച്ചാൽ മതി. ഫിക്സ്ഡ് മൊമെന്റ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്താൽ മതി ഇല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഞാൻ ഇതിനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. എ ബി ബി സി സി ഡി. ഇതിനെല്ലാത്തിനും ഞാൻ ഫിക്സഡ് ബീമായിട്ട് വരയ്ക്കുകയാണ്. കാരണം നമുക്ക് കാണേണ്ടത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആണ്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് തന്നെ ആയിരിക്കും ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് കിട്ടേണ്ട ബീറ്റ മെട്രിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്പറിൽ ഇതെന്താണ്? എ ബി ആണ്. എ ബിയില് യു ഡി എല്ലിന്റെ വാല്യൂ 40 kN per meter. അപ്പൊ ഇതിന്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാണുമ്പോൾ ലെഫ്റ്റ് സപ്പോർട്ടിൽ എന്താണ്? ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. ദെൻ യു ഡി എൽ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ ഫോമുല എന്താ? ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് വെൻ യു ഡി എൽ ഈസ് ആക്ടിങ് WL²/12. WL²/12 ആണ്. ഇവിടെ W വാല്യൂ എന്താ? 40 ഇൻറ്റു സ്പാൻ 12 ആണ്, 12 മീറ്റർ. 12 സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. സോ 40 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 48, 480 kN മീറ്റർ എന്ന് വന്നു. ഇതിന്റെ വാല്യൂ ആണ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ വാല്യൂ. എനിക്ക് 480 kN മീറ്റർ കിട്ടി. അത് ലെഫ്റ്റ് സപ്പോർട്ടിൽ നെഗറ്റീവ് ആണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഇത് ഓൾറെഡി ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ എനിക്ക് മൈനസ് റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ റൈറ്റ് എൻഡിൽ അത് ക്ലോക്ക് വൈസ് ആണ്, 480. ഓക്കെ അല്ലേ? ഇതാണ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്. ഇപ്പൊ ഞാൻ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് മാത്രം എടുത്തെഴുതാണ്. നമുക്ക് അവസാനം കോളം എഴുതുമ്പോൾ ബീറ്റ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എഴുതുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊടുത്താൽ മതി. ദെൻ സെക്കൻഡ്
മെമ്പർ എന്ന് പറയുന്നത് ബി സിയിൽ എന്താണ് പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. പോയിന്റ് ലോഡ് 120. സ്പാനിന്റെ ലെങ്ത് ടോട്ടൽ ലെങ്ത് 12 മീറ്റർ. ഈ ഇവിടെ ഫസ്റ്റ് സ്പാനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ, റൈറ്റ് സ്പാൻ 8 മീറ്റർ. ഇതിന്റെ ഫിക്സഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആരെങ്കിലും പറയാമോ? ഒരു ഫിക്സഡ് എൻഡ് ബീമില് കോൺസെൻട്രേറ്റഡ് ലോഡ് അത് മിഡ് സ്പാനിലല്ലാതെ ഒരു എ ബി ഡിസ്റ്റൻസിൽ വന്നാല് അതിന്റെ ഫിക്സഡ് എൻഡ് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ആരെങ്കിലും പറയുമോ? ആർക്കറിയില്ല ഇക്വേഷൻ? ഞാൻ റോൾ നമ്പർ വിളിക്കണോ? അറിയാവുന്ന ആരെങ്കിലും ആൻസർ പറയൂ. ഓ WAB² WA²B/L. എല്ലാണോ എൽ സ്ക്വയർ ആണോ? എല്ലാണോ? എൽ സ്ക്വയർ അല്ല. ലെഫ്റ്റ് എൻഡില് ആന്റി ക്ലോക്ക് വൈസ്, റൈറ്റ് എൻഡില് ക്ലോക്ക് വൈസ്. ആൻഡ് ഫിക്സഡ് മൊമെന്റിന്റെ വാല്യൂ ചെയ്തിട്ട് പറയാമോ എത്ര വരും ലെഫ്റ്റ് സപ്പോർട്ടില്? ആരിപ്പ എനിക്ക് ആൻസർ പറഞ്ഞെന്ന്? അപർണ. ഓക്കെ, ആ വാല്യൂ കൂടെ കണ്ടുപിടിച്ചിട്ട് പറയാമോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്? ഇക്വേഷൻ WAB²/L² ആണ് കേട്ടോ. എൽ അല്ല, എൽ സ്ക്വയർ ആണ്. ദെൻ റൈറ്റ് എൻഡിൽ വരുമ്പോൾ WA²B/L² വരും. ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ഒരു പോയിന്റ് ലോഡ് എക്സെൻട്രിക് ആയിട്ട് വന്നാല് സെന്ററിൽ അല്ലാതെ ഒരു എ ബി റേഷ്യോയില് ഇതാണ് എ എന്ന് പറയുന്നത്, ഇതാണ് നമ്മളുടെ ബി എന്ന് പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് സപ്പോർട്ടിൽ ഉണ്ടാവുന്ന ഫിക്സഡ് എൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് ഈ ലോഡ് ഇൻറ്റു എ ഇൻറ്റു B²/L². എൽ എന്ന് പറയുന്നത് ടോട്ടൽ സ്പാൻ. ദെൻ റൈറ്റ് എൻഡ് വരുമ്പം W ഇൻറ്റു ബി ഇൻറ്റു ബി എന്ന് ഏതാണോ അടുത്ത് വരുന്നത് അതിനെ ആസ് സച്ച് ബി എന്ന് കൊടുക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്പാനിന് സ്ക്വയർ കൊടുക്കുക ഏത് എൻഡ് ആണെങ്കിലും. ദെൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ L². എൽ എന്ന് പറയുന്നത് ടോട്ടൽ. എത്ര വന്നു അപർണ? 213.3 റൈറ്റില് 106.67. ഓക്കെ. ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. സോ ഇതിന്റെ വാല്യൂ 213.33. ഓക്കെ പറഞ്ഞ 106.67. ഇനി അഗെയിൻ സി ഡി എന്ന് പറയുന്ന മെമ്പറിൽ യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. യു ഡി എല്ലിന്റെ വാല്യൂ 20 kN/m. സെയിം ഇവിടുത്തെ പോലെ WL²/12 ആണ് ഇക്വേഷൻ വരിക. WL²/12 വരുമ്പോൾ ഡബ്ല്യുവിന്റെ വാല്യൂ ഇവിടെ 20 ഇൻറ്റു L² എന്ന് പറയുന്നത് 12 2² 20 ഇൻറ്റു 12 എന്ന് പറയുന്നത് 240 വരും. 240 kN/m.
ഓക്കെ. അപ്പൊ നമുക്ക് ഇതുവരെ എന്ത് കിട്ടി? ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്തൊക്കെയാന്ന് കിട്ടി. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഇവിടെ -480, ഇവിടെ 480, ഇവിടെ -213.33, ഇവിടെ 106.67. സി ഡിയിൽ വരുമ്പോൾ ലെഫ്റ്റ് എൻഡിൽ -240, റൈറ്റ് എൻഡിൽ 240. ഇപ്പൊ നമുക്ക് എന്തൊക്കെയാ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കിട്ടി. അപ്പൊ നമുക്ക് ഇതിന്ന് ബീറ്റ മെട്രിക്സ് എഴുതാം. ബീറ്റ മെട്രിക്സ് എഴുതുമ്പോൾ എന്താണ്? ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരു സെക്കൻഡ്, നിങ്ങൾ ഒരു മിനിറ്റ്. ഓക്കെ. ഇപ്പം ബീറ്റ മെട്രിക്സ് ഉണ്ട്. ഓഡിബിൾ അല്ല എല്ലാവർക്കും? വേറെ സ്ക്രീൻ കാണല് ഒരു കുഴപ്പമില്ലല്ലോ? ഓക്കെ ഓക്കെ. അപ്പം എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാവുന്ന ബീറ്റ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര വാല്യൂസ് ഉണ്ടാവും? 6 വാല്യൂസ് ഉണ്ടാവും ഇല്ലേ? അപ്പൊ 6 ആദ്യത്തെ ഇവിടുത്തെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്താ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ആക്ച്വൽ ഫോഴ്സ് വരിക. രണ്ടാമത്തേത് എന്ന് പറയുന്നത് റൈറ്റ് എൻഡില് ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, ഇത് 480. ദെൻ റൈറ്റ് എൻഡിൽ എന്താണ്? ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ -480. ദെൻ ബി സിയില് ലെഫ്റ്റ് എൻഡിൽ എന്താ? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്. അതിന്റെ വാല്യൂ 213.33. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കുക. അതിന്റെ സൈൻ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 213.33. ദെൻ സി ബിയിൽ വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് -106.67. ദെൻ സി ഡിയിലെ ലെഫ്റ്റ് എൻഡില് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ സൈൻ മാറ്റി കൊടുക്കുമ്പോൾ ക്ലോക്ക് അതായത് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ബീറ്റ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി നമുക്ക്
ലോഡ് കാരണമുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ലോഡ് കഴിഞ്ഞാൽ സെക്കൻഡ് കോളം എന്താ നമ്മൾ പറഞ്ഞത്, ആർ ബിക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ. തേർഡ് കോളം എന്ന് പറയുന്നത് ആർ സിക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പൊ ആർ ബിക്ക് 1 ഇട്ട് കൊടുക്കാം. ഇതായിരുന്നു നമ്മളുടെ സ്റ്റെപ്പ് 2 പുട്ട്. പെൻ ടാബിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. നിങ്ങളപ്പം ഞാൻ എഴുതുന്നത് ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആകും. അപ്പം ആർ ബി ഈക്വൽ ടു 1. ആർ ബിക്ക് ഞാൻ 1 ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മളുടെ ബി എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് നമ്മള് സി. ആൻഡ് ഇവിടെ ഒരു റോളർ സപ്പോർട്ട്. എ ബി സി ഡി. അപ്പൊ ഞാൻ ആർ ബിക്കാണ് 1 ഇട്ട് കൊടുത്തത്. ആർ സി നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ആർ ബി 1 ഇട്ട് കൊടുക്കൂ. റിമൂവ് ആർ സി. ദെൻ ആർ ബിക്ക് ഞാൻ 1 കൊടുക്കും. ദെൻ എനിക്ക് കണ്ടുപിടിക്കണം. ഇതിപ്പോ എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ അതൊരു കാന്റിലിവർ ബീം ആയിരുന്നു. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയപ്പോൾ അത് കാന്റിലിവർ ബീം ആയിരുന്നു. ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ എന്താ പ്രശ്നം, നമുക്ക് ആറേയും ആർ ഡിയും കണ്ടുപിടിക്കണം, വേണ്ടേ? കാന്റിലിവർ ബീം ആകുമ്പോൾ ഡയറക്ട്ലി റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട. മൊമെന്റ് ഡയറക്ട്ലി ലോഡ് വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ മൊമെന്റ് കിട്ടും. ബട്ട് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ നമുക്ക് ആറയുടെയും ആർ ഡിയുടെയും വാല്യൂ അറിയണം. സപ്പോർട്ട് റിയാക്ഷൻ അറിഞ്ഞാലേ നമുക്ക് ബാക്കി ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാ വരിക എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ആർ എ ആർ ഡി. അപ്പൊ ഇത് നോർമലി ഒരു എന്താ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ലോഡാണ് 1 കിലോ ന്യൂട്ടൺ. 1 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ് മാത്രം. ദെൻ ആർ എ ആർ ബി സപ്പോർട്ട് റിയാക്ഷൻ. ആർ ബി നമ്മൾ ലോഡ് ആയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ആർ എയുടെയും ആർ ഡിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ചിട്ട്. എന്തൊക്കെ ഇക്വിലിബ്രിയം ഇക്വേഷൻ? സിഗ്മ വി ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു ഏതെങ്കിലും ഒരു ജോയിന്റ്, ഏതെങ്കിലും സപ്പോർട്ടിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് 0 എടുത്താൽ, ദെൻ സിഗ്മ വി ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് എന്താണ്, ആർ എയുടെയും ആർ ഡിയുടെയും വാല്യൂ കിട്ടും. സോ ആദ്യം ഞാൻ സിഗ്മ എം അബൌട്ട് എ ഈക്വൽ ടു 0, മൊമെന്റ് അറ്റ് എ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എക്ക് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുക്കാം. എക്ക് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുക്കുമ്പോൾ ആദ്യം ആർ ബി എന്ന് പറയുന്ന ഫോഴ്സ് എന്താണ്, അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം. അപ്പൊ അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അപ്പം -1 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12, ഇത് 12, ഇതും 12. അപ്പം 1 എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിൽ. അപ്പം 1 കാരണം ഉണ്ടാകുന്ന മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്. നമ്മൾ സിഗ്മ എം എന്ന് പറയുന്നത് എന്താണ്, മൊമെന്റ് ആണ്, അപ്ലൈ ചെയ്യുന്ന മൊമെന്റ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ എടുക്കുന്നത് ഓപ്പോസിറ്റ് സൈൻ എടുത്തത് എന്താണ്, അത് റിയാക്ഷൻ ആയിരുന്നു. റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈൻ എടുത്തത്. ഇവിടെ ആക്ച്വലി ഇത് എന്ന് പറയുന്നത് എന്താ, ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ്. അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ലോഡ് ആക്ട് ചെയ്താൽ അത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നു. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് 1 ഇൻറ്റു 12. ദെൻ ഇവിടെ പിന്നെ ലോഡ് ആക്ട് ചെയ്യുന്ന ഏതാ, ആർ ഡി എന്ന് പറയുന്ന സപ്പോർട്ട് റിയാക്ഷൻ. അതും അപ്വേർഡ് ഡയറക്ഷനിലാണ്. അതെന്താ, അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാവുക. ആർ ഡി ഇൻറ്റു ഈ ആർ ഡി ഇൻറ്റു മൊമെന്റ് അബൌട്ട് എ അല്ലേ, അപ്പൊ ആർ ഡി ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 3, അത് എത്ര വരും, 36 വരും, ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, ആർ ഡിയുടെ വാല്യൂ കിട്ടും, അല്ലേ? ആർ ഡി ഈക്വൽ ടു -12/36. -12/36 എന്ന് പറയുമ്പോൾ എന്താ, -1/3. അപ്പൊ ഇവിടുന്ന് എനിക്ക് ആർ ഡിയുടെ വാല്യൂ കിട്ടി -1/3. അപ്പം ആർ ഡി -1/3 എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആർ ഡി ഇവിടെ ഞാൻ അസ്യൂം ചെയ്തത് ഇത് മുകളിലേക്കാണെന്നാണ്, അല്ലെ? അപ്പോ ഡയറക്ഷനിലായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത്. ബട്ട് അവസാനം നമുക്ക് റിസൾട്ട് എന്ത് വന്നു, -1/3 വന്നു. അതായത് ഇതിപ്പം നമ്മൾ കൺസിഡർ ചെയ്ത ഡയറക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ച്വലി ആർ ഡി. അതായത് സപ്പോർട്ട് എന്ന് പറയുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. പിന്നെ നമുക്ക് ആർ എ കാണണം. ആർ എ കാണാനായിട്ട് സിഗ്മ വി ഈക്വൽ ടു 0 എടുക്കുമ്പോൾ നമ്മള് എല്ലാ അപ്വേർഡ് ഫോഴ്സുകൾ ഇത് സം ചെയ്ത് നോക്കാം. ഇതെല്ലാം അപ്വേർഡ് ഡയറക്ഷനിലല്ല ആക്ട് ചെയ്യുന്നത്. ഇത് കൺസിഡർ ചെയ്ത ഡയറക്ഷൻ എടുത്താൽ മതി. ഇത് പിന്നെ നമുക്ക് എടുത്തു വരയ്ക്കുമ്പോൾ മാറ്റി വരച്ചാൽ മതി.
ആർ എന്ന് പറയുന്നത് അപ്പോർഡ് ഡയറക്ഷൻ നമ്മൾ എപ്പോഴും പ്ലസ് ആയിട്ട് എടുത്ത ഇല്ലേ, നമ്മൾ ടോട്ടൽ ഫ്രെയിം മെത്തേഡിലൊക്കെ ചെയ്തില്ലേ, RA പ്ലസ് ഇത് 1 കിലോ ന്യൂട്ടൺ ഇവിടെ അപ്പോർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്, പ്ലസ് 1 പ്ലസ് RD എന്ന് പറയുന്നതും അപ്പോർഡ് ഡയറക്ഷനിലാണ്, RD ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എനിക്ക് എന്ത് എഴുതാം, എന്തിന്റെ വാല്യൂ എനിക്ക് വേണ്ടത്, RAയുടെ വാല്യൂ ആണ് എനിക്ക് വേണ്ടത്, RA ഈക്വൽ ടു -1 മൈനസ് RD. ശരിയല്ലേ, ഞാൻ ഈ ഈക്വൽ സൈനിന്റെ റൈറ്റ് സൈഡിലേക്ക് ഈ രണ്ട് ടേമിനെ കൊണ്ടുപോയി. അപ്പൊ RA ഈക്വൽ ടു -1 മൈനസ് RD. RDയുടെ വാല്യൂ എന്താ, -1/3. അപ്പം -1 മൈനസ് -1/3 എന്ന് വരും. അതായത് -1 പ്ലസ് 1/3. അതിന്റെ ആൻസർ എന്ത് വന്നു, -2/3. അതായത് RAയുടെ വാല്യൂ -2/3യും RDയുടെ വാല്യൂ -1/3. അപ്പൊ ഞാനിത് ഇപ്പൊ നമുക്ക് കൺസിഡർ ചെയ്ത അപ്പോർഡ് ഡയറക്ഷനിലല്ല എന്ന് മനസ്സിലായില്ലേ, രണ്ട് സപ്പോർട്ടിലെ റിയാക്ഷനും ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ വെച്ചിട്ട് ഞാനൊന്ന് എടുത്തു വരയ്ക്കാം. എടുത്തു വരയ്ക്കുമ്പോ RA എന്താണ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ, അതിന്റെ വാല്യൂ എത്രയാ, RAയുടെ വാല്യൂ 2/3. ബിയില് അപ്പോർഡ് ഡയറക്ഷനിൽ 1, ഇത് C, RD ഡൗൺവേർഡ് ഡയറക്ഷനിൽ അതിന്റെ വാല്യൂ 1/3. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഇന്റേണൽ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ മൊമെന്റുകൾ. അതിന് ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതായത് Q1 Q2 ഇതല്ലേ നമ്മൾ കാന്റിലിവർ ബീമിന്റെ കേസിലും ചെയ്തത്. നമ്മൾ ഇവിടെ വരുമ്പം ഒരു എക്സ്ട്രാ റിയാക്ഷനും കൂടെ കണ്ടുപിടിക്കണം. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ഇത് വരിക. റിഡൻഡന്റ് ഫോഴ്സുകൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് ഇതിനകത്ത് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ആറെണ്ണം വരും ഇന്റേണൽ മൊമെന്റുകൾ, 6 Q1 Q2 Q3 Q4 Q5 Q6. അപ്പൊ ഇനി നമുക്ക് ഇതിനെ മറ്റേ കണ്ടുപിടിച്ച പോലെ തന്നെ ഇവിടെ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഒക്കെ വരയ്ക്കുമ്പോൾ റൈറ്റ് എൻഡിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യാം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. സോ ഞാൻ ആദ്യം Q6ന്റെ വാല്യൂ ഇതാണ്, Q6 എന്ന് പറയുന്നത് എന്താ, ഇതെന്താ ഒരു റോളർ സപ്പോർട്ട് അല്ലേ, റോളർ സപ്പോർട്ട് എന്ന് പറയുമ്പം റോളർ സപ്പോർട്ടിൽ എന്താണ് മൊമെന്റ് എപ്പോഴും 0 ആയിരിക്കും അല്ലേ. അപ്പം Q6 എന്ന് പറയുന്നത് മൊമെന്റ് അറ്റ് റൈറ്റ് എൻഡ് ഓഫ് ബീം CD. അപ്പൊ എന്താ, ഡിയില് മൊമെന്റ് 0 ആണ്. Then Q5 എന്ന് പറയുന്നത് ഇവിടെ സി എന്ന് പറയുന്ന ജോയിന്റിന്റെ ജസ്റ്റ് റൈറ്റിൽ ഉണ്ടാവുന്ന മൊമെന്റ്. അതെന്താ, ഈ ലോഡ് കാരണം ഒരു മൊമെന്റ് ഉണ്ടാവും ഇല്ലേ, 1/3 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ, 12 മീറ്റർ. CD എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. അപ്പൊ മൊമെന്റ് എന്ന് പറയുന്നത് 1/3 ഇൻറ്റു 12. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ 1/3 ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. സോ നമുക്ക് കിട്ടേണ്ടത് ഇന്റേണൽ മൊമെന്റ് ആണ്. ഇന്റേണൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം. അപ്പം -1/3 ഇൻറ്റു 12
അപ്പൊ അതെന്താ, ഇതൊരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്റേണൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. സോ ഞാൻ മൈനസ് കൊടുത്തു. -1/3 × 12 എന്ന് പറയുമ്പോൾ -4 കിലോ ന്യൂട്ടൺ മീറ്റർ. Q5ന്റെ വാല്യൂ. ദെൻ Q4 എന്ന് പറയുമ്പോൾ എന്താ, ഒരേ ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് ആണ്. അപ്പം ഇക്വിലിബ്രിയം കണ്ടീഷൻ വരും. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് എൻഡിലെയും ലെഫ്റ്റ് എൻഡിലെയും മൊമെന്റിന്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പൊ Q5 -4 ആണെങ്കിൽ Q4 എന്ന് പറഞ്ഞാൽ +4 ആയിരിക്കും. Q4ന്റെ വാല്യൂ 4 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി Q3 എന്ന് പറയുന്നത് ഇവിടത്തെ മൊമെന്റ് എന്ന് പറയുമ്പോൾ 1/3 ഇൻറ്റു ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. 1/3 ഇൻറ്റു ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 1/3 ഇൻറ്റു 12 + 12 24. ടോട്ടൽ ഡിസ്റ്റൻസ് 24 ആകും. ദെൻ ഇതെന്താ, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ്, ക്ലോക്ക് വൈസ് മൊമെന്റ്. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ മൊമെന്റ് ഇട്ടിട്ട് ഓപ്പോസിറ്റ് സൈൻ ഇട്ടാൽ മതി. ദെൻ 1/3 × 24 എന്ന് പറയുമ്പോൾ 8 -8 വരും Q3യുടെ വാല്യൂ. Q3 വരെ കണ്ടു. Q3 കണ്ടുപിടിച്ചാൽ Q2 കണ്ടുപിടിക്കാം. Q2 എന്ന് പറയുന്നത് Q3യുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, ഒരേ ജോയിന്റ് അല്ലേ. അപ്പം Q2ന്റെ വാല്യൂ 8 ആയിരിക്കും. ദെൻ Q1 എന്ന് പറയുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടും. ദെൻ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, Q1 എന്ന് പറയുന്നത് എന്താണ്, A എന്ന് പറയുന്ന സ്ഥലത്താണ്. A എന്ന് പറയുന്നത് എന്താ, സപ്പോർട്ടാണ്. അതൊരു ഹിഞ്ച് സപ്പോർട്ടിൽ എന്താ, മൊമെന്റ് 0 ആണ് അല്ലേ. അപ്പൊ മൊമെന്റ് 0 എന്ന് പറഞ്ഞാൽ Q1 0 ആയിരിക്കും. അപ്പം നമുക്കിപ്പോ എന്താ, Q1 Q2 Q3 എല്ലാത്തിന്റെയും ഇന്റേണൽ മൊമെന്റിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് അതിനെ കോളായിട്ട് എടുത്തെഴുതാം. എടുത്തെഴുതുമ്പോൾ ഇതെന്താ, സെക്കൻഡ് കോൾ ആയിരിക്കും അല്ലെ. Q1 എന്ന് പറയുന്നത് 0, Q2 എന്ന് പറയുന്നത് 8, Q3 എന്ന് പറയുന്നത് -8, Q4 എന്ന് പറയുന്നത് 4, Q5 എന്ന് പറയുന്നത് -4, Q5, Q6 എന്ന് പറയുന്നത് 0. ഇതാണ് സെക്കൻഡ് കോളം. ഓക്കെ, അപ്പൊ ഇതുവരെ കിട്ടി. ഇനിയിപ്പോ എന്താ, നമുക്ക് ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കണം. എന്താ, RCയുടെ വാല്യൂ 1 ഇട്ട് കൊടുത്തിട്ട്. നിങ്ങൾ സ്പീഡിൽ ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇതിനകത്ത് എഴുതി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇത് ഇത്തിരി സ്റ്റക്ക് ആവുന്നുണ്ട്. സോ ഇവിടെ ഇപ്പൊ RB = 1 ഇട്ടിട്ട് നമ്മൾ RC റിമൂവ് ചെയ്തു. കൊടുത്ത് ഇവിടെ ബിയില് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നില്ല, സിയില് യൂണിറ്റ് ലോഡ്. ഓക്കെ, അപ്പം എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ RAയുടെയും RBയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ RBയിലാണ് യൂണിറ്റ് ലോഡ് കൊടുത്തത്. RBയിൽ യൂണിറ്റ് ലോഡ് കൊടുക്കുമ്പോൾ കിട്ടിയ RAയുടെയും RDയുടെയും വാല്യൂ ആയിരിക്കില്ല നമ്മൾ RCയിൽ 1 കൊടുക്കുമ്പോൾ. C എന്ന് പറയുന്ന ജോയിന്റിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് കൊടുക്കുമ്പോൾ കിട്ടേണ്ട സിംപ്ലി സപ്പോർട്ടഡ് ബീമില്, അതായത് സപ്പോർട്ടിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഇതെന്താ, RD. ഇനി സിഗ്മ MA = 0. നേരത്തെ ചെയ്ത പോലെ തന്നെ MA = 0. നിങ്ങൾ ചെയ്തിട്ട് പറയാമോ RAയുടെയും RBയുടെയും വാല്യൂ? ആരെങ്കിലും ചെയ്തോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് പറയാമോ, ചെയ്തെത്തിയിട്ടുണ്ടെങ്കിൽ അവിടം വരെ?
ഇത് 12 ആണ്. 12 12 മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ 1 into 12 plus 12 24 24 എന്ന് പറയുന്നത് ഇതെന്താ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. ദെൻ അഗെയിൻ ആർ ഡി കാരണം ഉണ്ടാവുന്നതും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. ആർ ഡി ഇൻറ്റു 36 ഈക്വൽ ടു 0. ആർ ഡിയുടെ വാല്യൂ എന്ത് വന്നു? ആർ ഡിയുടെ വാല്യൂ എന്ത് വന്നു? മൈനസ് 2/3 kilonewton. Then sigma v equal to 0 കൺസിഡർ ചെയ്താൽ എല്ലാം അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ്. സോ എല്ലാം പ്ലസ് ആർ എ പ്ലസ് 1 പ്ലസ് ആർ ഡി ഈക്വൽ ടു 0. നമുക്ക് കിട്ടേണ്ടത് ആർ എയുടെ വാല്യൂ. ആർ എ ഈക്വൽ ടു -1 മൈനസ് ആർ ഡി. ആർ ഡി ഓൾറെഡി കിട്ടിയിട്ടുള്ളത് -2/3 ആണ്. അപ്പൊ -1 മൈനസ് -2/3 എന്ത് വന്നു? സോറി, -1 -2/3 എന്ന് പറയുമ്പോൾ -1 പ്ലസ് 2/3 അപ്പം -1/3 എന്ന് വന്നു. അതെന്താ? അപ്പൊ ആറേയും ആർ ഡിയും ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. നേരത്തെ പോലെ തന്നെ അതൊന്ന് തിരിഞ്ഞു. പണ്ടത്തെ ആറ് ഇപ്പൊ ആർ ഡി ആയി, നേരത്തെ ആർ ഡി ഇപ്പൊ ആർ ആയി. ഈ ലോഡിനെ നമുക്ക് എടുത്തു വരയ്ക്കാം. എടുത്തു വരയ്ക്കുമ്പം ആർ എന്ന് പറയുന്നത് എത്രയാ? 1/3, ആർ ഡി 2/3, ദെൻ ആർ സിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 1. സിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 1. ഇത് ബി, എ ബി സി ഡി. എല്ലാത്തിൻ്റെയും സ്പാൻ 12 മീറ്റർ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇന്റേണൽ മൊമെന്റ്. ഇത് Q1, Q2, Q3, Q4, Q5 and Q6. ഇനി റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. Q6 എന്തായിരിക്കും? സപ്പോർട്ടിലെ മൊമെന്റ് ആണ്. സപ്പോർട്ടിലെ മൊമെന്റ് 0. റോളർ സപ്പോർട്ട് അല്ലേ? സോ മൊമെന്റിന്റെ വാല്യൂ 0. ദെൻ Q5 എന്ന് പറയുന്നത് 2/3 താഴോട്ട് ആക്ട് ചെയ്യുന്നത്. താഴോട്ട് ആക്ട് ചെയ്യുക പറഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. ക്ലോക്ക് വൈസ് മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് Q5, അതായത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. മൈനസ് 2/3 ഇൻറ്റു 12. 2/3 ഇൻറ്റു 12 എന്താ വരിക? 4 ഇൻറ്റു 2 8 വരും അല്ലേ? -8. ദെൻ Q5 കിട്ടിയാൽ Q4 എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരേ ജോയിന്റിന്റെ അപ്പുറം ഉള്ളതിന് നിങ്ങൾ ജസ്റ്റ് സൈൻ മാറ്റി കൊടുത്താൽ മതി. സോ Q4 8 ആയിരിക്കും. ദെൻ Q3 എന്ന് പറയുന്നത് again 2/3 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 12 പ്ലസ് 12 24. ഇനി ഇത് ഡൗൺവേർഡ് ഡയറക്ഷൻ, ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് 24/3 ഫോർവേഡ്. സോറി, ഒരെണ്ണം കൂടെ വരുന്നുണ്ട്.
നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് മാത്രമേ കൺസിഡർ ചെയ്തോളൂ. ബിയിലെ വരുമ്പോൾ Q3 കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലോഡ് കൂടെ ആക്ട് ചെയ്യുന്നുണ്ട് 1. അതെന്താ? അപ്വേർഡ് ഡയറക്ഷനില്ല. അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ടോട്ടൽ നമുക്ക് പുറത്തിടാം. കാരണം ടോട്ടൽ മൊമെന്റ് ഉണ്ടാവുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എടുക്കേണ്ടത്. 2/3 × 24 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെന്റ്. സോ അത് പ്ലസ് 2/3 × 24. ദെൻ 1 കാരണം 1 എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനാണ്. അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ -1 × ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12. ഇതാണ് ടോട്ടൽ മൊമെന്റ് ഉണ്ടാവുന്നത്. മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതാണ് ഞാൻ ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് ഇട്ടിട്ടുള്ളത്. സോ 2/3 × 24 എന്ന് പറയുന്നത് എത്ര വന്നു? ഫോർ വന്നു അല്ലെ? -4 ആണ് ആൻസർ വന്നത്. വൺസ് Q3 കിട്ടിയാൽ നമുക്ക് Q2 കിട്ടും. Q2 എന്ന് പറയുന്നത് അതിന്റെ ജസ്റ്റ് സൈൻ മാറ്റി കൊടുത്താൽ മതി. -4. ദെൻ Q1 എന്ന് പറയുന്നത് എന്താ? സപ്പോർട്ടിലാണ് അല്ലേ? സപ്പോർട്ടിൽ എന്ന് പറഞ്ഞാൽ 0. ഹിഞ്ച് സപ്പോർട്ടാണ് 0. ഇനിയിപ്പോ നമുക്ക് എന്താ ഇതിന്റെ ബീറ്റ മെട്രിക്സിന്റെ കോളം എഴുതാം. കോളം എഴുതുമ്പോൾ Q1 ന്റെ വാല്യൂ 0, Q2 ന്റെ വാല്യൂ -4, Q3 യുടെ വാല്യൂ ഇത് -4 ആണെങ്കിൽ Q2 +4 ആണ്. So Q2 +4, Q3 -4, then 8, -8, 0. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ എക്സ്റ്റേണൽ ലോഡ് കാരണവും 2 സപ്പോർട്ട് റിയാക്ഷൻ കാരണം ഉണ്ടാവുന്ന ബീറ്റയുടെ കോളം കണ്ടുപിടിച്ചു. ഇനിയിപ്പോ നമുക്ക് അതിനെല്ലാത്തിനും കൂടെ ക്ലബ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ബീറ്റ മെട്രിക്സിന്റെ എലമെന്റ്സ് എഴുതാം. ബീറ്റ മെട്രിക്സ് എഴുതുമ്പോ ഏതായിരിക്കും ബീറ്റ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്? 3 കോളം ഉണ്ട്. ഓരോ കോളത്തിലും 6 എലമെന്റ്സ് ഉണ്ട്. 6 റോ വരുന്നുണ്ട്. അപ്പം ബീറ്റ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് അതൊരു 6/3 മെട്രിക്സ് ആയിരിക്കും അല്ലെ? 6/3 മെട്രിക്സ് ആയിരിക്കും. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ലോഡ് കാരണം. ഓരോന്ന് പറയാമോ? ഫസ്റ്റ് കോളത്തിലെ വാല്യൂസ് ആരെങ്കിലും പറയാമോ? ഫസ്റ്റ് കോളത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത് കണ്ടുപിടിച്ചില്ലേ? എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാവുന്ന ബീറ്റ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം ആരെങ്കിലും പറയൂ പെട്ടെന്ന്. 480 പറഞ്ഞോളൂ. minus 480 480 -480 213.33 minus 106.67 then 240 minus 240 then RB യുടെ 0 8 minus 8 4 0. ഇത് എഴുതുമ്പോൾ 0 എത്രയായിരുന്നു പിന്നെ വരുന്നത്? 4 -4 8 -8 0. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ബീറ്റ മെട്രിക്സ്. ബീറ്റ മെട്രിക്സ് കണ്ടുപിടിക്കുന്നവരെ നോക്കി. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണ്? എത്ര മണിക്കാണ്? 12:25 നെക്സ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്?
11:45 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതല്ല, ഈ അവർ അടുത്ത ഇത് കഴിഞ്ഞിട്ട് വരുന്ന 6th അവർ. ഓക്കെ ഓക്കെ, ശരി, ഓക്കെ. ഫ്രൈഡേ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, എനിക്കിന്ന് ടാബ് വർക്ക് ചെയ്യുന്നില്ല, ടാബില് എഴുതിയിട്ട് ശരിയാവുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് കൂടെ ചെയ്തിട്ട് നിർത്താം. ഞാൻ അവിടെ നിർത്തും. നിങ്ങൾ അതിന്റെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ്. അത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നാൽ മതി. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3 ആയിരുന്നു, ഗ്ലോബൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ഗ്ലോബൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? വൺസ് ബീറ്റ മെട്രിക്സ് നമുക്ക് കിട്ടിയാൽ ബീറ്റ ട്രാൻസ്പോസ് ഇൻറ്റു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഇൻറ്റു ബീറ്റ. ഇത്രയും ചെയ്താൽ നമുക്ക് എന്താ ഗ്ലോബൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കിട്ടും. അപ്പൊ ബീറ്റയുടെ വാല്യൂ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? ബീറ്റയുടെ വാല്യൂ ആണ് ഞാൻ നേരത്തെ എഴുതിയത്. ഇതാണ് ബീറ്റ. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ബീറ്റ ട്രാൻസ്പോസ് എഴുതാം. ബീറ്റ ട്രാൻസ്പോസ് എഴുതാ എന്ന് പറയുമ്പോൾ ബീറ്റ ഇതിന്റെ കോളം റോ ആയിട്ട് എഴുതാം, റോ കോളം ആയിട്ട് എഴുതാം. അപ്പൊ ഇത് 6/3 മെട്രിക്സ് ആണ്. 6/3 ആണ് ബീറ്റ മെട്രിക്സിന്റെ ഓർഡർ എങ്കിൽ ട്രാൻസ്പോസ് എഴുതുമ്പോൾ അതിന്റെ ഓർഡർ എന്തായി? 3/6 ആയി. അതായത് ഇപ്പോ ഇവിടെ എന്താ 480 മൈനസ് 480 213.33 minus 106.6 240 minus 240, then 0 8 minus 8 4 minus 4 0 0 4 minus 4 8 minus 8 0. ഇതാണ് നമ്മളുടെ ബീറ്റ ട്രാൻസ്പോസ് വരുന്നത്. അപ്പൊ ബീറ്റ ട്രാൻസ്പോസ് ഇൻറ്റു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഏതാ? നമ്മൾ ആദ്യം എഴുതിയില്ലേ 2 -1 -1 2 എന്ന് പറഞ്ഞിട്ട് കമ്പൈൻ ചെയ്ത് എഴുതിയ മെട്രിക്സ്, അത് ഇൻറ്റു ബീറ്റ. അതാണ് നമ്മളുടെ ഗ്ലോബൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോബൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. ഓക്കെ, അവിടെ കൊണ്ട് നമുക്ക് ഇന്ന് ക്ലാസ് നിർത്താം. കാരണം ഇന്ന് എനിക്ക് പാഡ് വർക്ക് ചെയ്യുന്നില്ല മര്യാദയ്ക്ക്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എനിക്ക് ഗ്ലോബൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടേ വരാവൂ. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്ലാസ് നിർത്താം. നിങ്ങൾ അറ്റൻഡൻസ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ?